ക്രൈം ഫയൽസിന്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഒരു ലോഡ്ജ് റൂം കാണിക്കുന്നു. അവിടെ ഒരാൾ ഒരുങ്ങുന്നുണ്ട്. അയാൾ ഒരുക്കി പുറത്തേക്ക് പോയി. അയാൾ പുറത്തു പോയത് ലോഡ്ജിലെ പയ്യൻ രജിസ്റ്ററിൽ നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ ആ കാര്യം നോട്ട് ചെയ്യുന്നത്. അതിലെ അയാളുടെ അഡ്രസ് ഷിജു, പാറയിൽ വീട്, നീണ്ടകര. അപ്പോ നമ്മുടെ കക്ഷി ഏതോ ലോഡ്ജ് റൂമിൽ തന്നെയാണ് താമസം. അടുത്ത സീനിൽ സിഐയും മനോജും മേലുദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്ന് നല്ലപോലെ വഴക്കുകൊള്ളുന്നുണ്ട്. സ്റ്റേഷനിന്റെ അകത്ത് വന്ന് ആ ഷിജു പാറയിൽ വീട്, നീണ്ടകര എന്ന അഡ്രസ് വരെ എഴുതി വെച്ചിട്ട് പോയിരിക്കുന്നു. എന്നിട്ട് പോലും നിങ്ങൾക്ക് അവനെ പിടിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് മേലുദ്യോഗസ്ഥൻ അവരെ നല്ലപോലെ ചീത്ത വിളിക്കുന്നുണ്ട്. അവരെ പറഞ്ഞിട്ട് എന്ത് കാര്യം? അവൻ എവിടെ വന്നത് അവർ അറിഞ്ഞിട്ടില്ലല്ലോ. അവൻ എന്തായിരിക്കും ഒരേ ഫേക്ക് അഡ്രസ് എല്ലായിടത്തും കൊടുക്കുന്നത് എന്ന് മേലുദ്യോഗസ്ഥൻ ചോദിക്കുന്നു. ഒന്നില്ലെങ്കിൽ അവൻ സൈക്കോ ആയിരിക്കാം, അല്ലെങ്കിൽ സ്വപ്നം മരിച്ചത് അവൻ അറിഞ്ഞു കാണില്ല എന്ന് മനോജ് പറയുന്നു. അതുകൊണ്ടായിരിക്കാം സെയിം ഫേക്ക് അഡ്രസ് അവൻ ധൈര്യപൂർവ്വം സ്റ്റേഷനിൽ കൊടുത്തത്. അടുത്ത സീനിൽ സുനിൽ പോലീസിന്റെ വീട്ടിലേക്ക് വിനുവും പ്രദീപ് പോലീസും എത്തിയിരിക്കുകയാണ്. അവർ സുനിലിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ എടുക്കാൻ വീട്ടിൽ വന്നിരിക്കുകയാണ്. അടുക്കളയിൽ പഴുക്കാനിട്ടിരിക്കുന്ന പഴത്തിൽ നിന്ന് കുറച്ച് പഴം എടുത്ത് സുനിൽ കൊടുക്കുന്നു. അവിടെ നിന്ന് വിനു പ്രദീപ് പോലീസിനോട് പറയുന്നു, ഞാനൊരു ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അത് സാറൊന്ന് വിളിച്ചു പറഞ്ഞ് ശരിയാക്കി തരണമെന്ന്. എന്തിനാ ലോണെന്ന് പ്രദീപ് പോലീസ് ചോദിക്കുന്നു. അത് വീട് ശരിയാക്കാനാണെന്ന് അവൻ പറയുന്നു. എന്താ കല്യാണം കഴിക്കാൻ പോവുകയാണോ എന്ന് പ്രദീപ് പോലീസ് ചോദിക്കുന്നു. അതിനൊന്നും അല്ലെന്ന് പറയുന്നു. വീട്ടുകാരുടെ സമ്മതത്തോടു കൂടെയുള്ള കല്യാണം മാത്രം കഴിച്ചാൽ മതിയെന്ന് പ്രദീപ് പോലീസ് അവനോട് പറയുന്നു. അതെന്താ അങ്ങനെയെന്ന് അവൻ ചോദിച്ചു. അല്ലെങ്കിൽ സുനിലിനെ പോലെ കഷ്ടപ്പെടുമെന്ന് അയാൾ പറയുന്നു. പക്ഷെ അവർ നല്ല സന്തോഷത്തിലാണല്ലോ കഴിയുന്നതെന്ന് വിനു പറയുന്നു. അതിപ്പോഴല്ലേ, ഒരു കുഞ്ഞൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും അത് വലിയ പ്രശ്നമാകുമെന്ന് പ്രദീപ് പോലീസ് പറയുന്നു. ഇപ്പൊ ജോലി ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല എന്നും പണ്ട് താൻ ജോലി ഇല്ലാതിരുന്ന കാലത്ത് അനുഭവിച്ച കഷ്ടപ്പാടുകൾ അവൻ പറയുന്നു. കൂട്ടുകാരുടെ കൂട്ടത്തിൽ ഏറ്റവും അവസാനം ജോലി കിട്ടിയത് വിനുവിനാണ്. എവിടെയെങ്കിലും പോകുമ്പോൾ ഷെയർ ഇടാൻ കാശില്ലാത്തതിന്റെ പേരിൽ അവന് അവഗണന നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞ് അവൻ വിഷമിക്കുന്നു. അടുത്ത സീനിൽ ആ ഹോട്ടൽ ഓണറിനെ കാണിക്കുന്നു. അയാൾക്ക് എന്തോ പേടിയുണ്ട്. ആ സമയം അങ്ങോട്ടേക്ക് ആ പണിക്കാരൻ വരുന്നു. അവനോട് താൻ ഷിജുവിനെതിരെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പോവുകയാണെന്ന് അയാൾ പറയുന്നു. അവൻ ഇടയ്ക്കിടെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അത് കംപ്ലൈന്റ് കൊടുക്കാൻ തന്നെ ആ ഹോട്ടൽ ഓണർ തീരുമാനിച്ചു. ഇത് തന്നെയല്ലേ താൻ കുറച്ചു കാലങ്ങളായി പറയുന്നതെന്ന് ആ പണിക്കാരൻ പറയുന്നു. ഹോട്ടൽ ഓണർ അവിടെയുള്ള കണ്ണാടി ചില്ലേക്ക് നോക്കുന്നു. അത് ഷിജു എറിഞ്ഞ് പൊട്ടിച്ചതാണ്. ഈ സമയം സുനിൽ ഭാര്യയുമായി ഹോസ്പിറ്റൽ വരാന്തയിലൂടെ നടക്കുകയാണ്. അവൾക്ക് പ്രസവം അടുത്തിരിക്കുകയാണ്. നിങ്ങൾ കൊച്ചിന് വല്ല പേരും കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നു. അവൻ ആ കേസിന്റെ ആലോചനയിലായിരുന്നു. പെട്ടെന്ന് ഷിജു എന്നവൻ പേര് പറയുന്നു. അവളപ്പോൾ അവനോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്റെ പ്രസവക്കാരി ഓർത്തിട്ടാണോ അതോ ആ കേസ് ഓർത്തിട്ടാണോ ടെൻഷൻ എന്ന്. അവൾക്ക് എന്തായാലും അവന്റെ തിരക്കൊക്കെ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ അവൻ പോകുന്നതിൽ വിഷമമൊന്നുമില്ല. എന്തായാലും സുനിൽ ഇവിടെ നിൽക്കുന്നതാണ് അവൾക്ക് ബുദ്ധിമുട്ടെന്ന് അവൾ പറയുന്നു. കാരണം അവനൊരു ചൂടുവെള്ളം പോലും ഉണ്ടാക്കി തരാൻ അറിയില്ല. കൊച്ചിന്റെ കാര്യം നോക്കുന്നതിന് പകരം താൻ സുനിലിന്റെ കാര്യം നോക്കേണ്ടി വരുമെന്ന് അവൾ കളിയായി പറയുന്നു. എന്തായാലും താനല്ലേ പ്രസവിക്കുന്നതെന്നും സുനിലിനോട് പൊക്കോളാനും അവൾ പറയുന്നു. നിനക്ക് ഭർത്താവ് അടുത്ത് വേണമെന്നൊന്നും നിർബന്ധമില്ലേ എന്ന് അവൻ ചോദിക്കുന്നു. ആ സമയം തന്നെയാണ് അവന് ഡ്യൂട്ടിക്ക് ചെല്ലാൻ കോൾ വന്നത്. ഇപ്പൊ ഭർത്താവ് അടുത്ത് വേണമെന്നൊന്നും ഇല്ലേ എന്ന് അവൾ കളിയായി ചോദിക്കുന്നു. എന്തായാലും സുനിൽ ഡ്യൂട്ടിക്കായി പുറപ്പെടുന്നു. ഈ സമയം സിയയും മനോജും ഒരു ലോഡ്ജിൽ നിൽക്കുകയാണ്. അവിടെ നിന്ന് ഷിജുവിന്റെ ആ ഫേക്ക് അഡ്രസ് അവർക്ക് കിട്ടുന്നു. അവിടെ അവൻ ഒരുപാട് പ്രാവശ്യം റൂം എടുത്തിട്ടുണ്ട്. ആ ലോഡ്ജിലെ പയ്യനോട് ഷിജുവിനെ കുറിച്ച് അറിയില്ലേ എന്ന് അവർ ചോദിക്കുന്നു. പക്ഷേ അങ്ങനെ കമ്പനി അടിക്കാനൊന്നും നിന്നിട്ടില്ല എന്ന് അവൻ പറയുന്നു. എല്ലാ ലോഡ്ജുകളിലും ഒന്ന് അന്വേഷിക്കാനും സിഐ മനോജിനോട് പറയുന്നു. പ്രത്യേകിച്ച് ID കാർഡൊന്നും വേണ്ടാത്ത ഇതുപോലെയുള്ള ലോഡ്ജുകളിൽ അവർ എല്ലാ ലോഡ്ജുകളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുന്നു. ഓരോ ലോഡ്ജുകളിലായി അവർ പരതാൻ തുടങ്ങി. അവിടുത്തെ രജിസ്റ്ററുകളെല്ലാം തന്നെ അവർ അരിച്ചുപെറുക്കി. പല ലോഡ്ജുകളിലും ഷിജു അതേ ഫേക്ക് അഡ്രസ്സിൽ താമസിച്ചിട്ടുണ്ട്. ഷിജു, പാറയിൽ വീട്, നീണ്ടകര. ഇത് പല ലോഡ്ജുകളിൽ നിന്നായി പല രജിസ്റ്ററുകളിൽ നിന്നായി അവർക്ക് കണ്ടെത്തുന്നു. പക്ഷെ ആ ലോഡ്ജുകാർക്ക് ആർക്കും തന്നെ ഇവനെ വേണ്ടത്ര പരിചയമില്ല. ID പ്രൂഫ് ഒന്നും അവർ വാങ്ങാറില്ലല്ലോ. അവിടെ വരുന്നവർക്ക് വലിയ ശ്രദ്ധ അവർ കൊടുക്കാറില്ലെന്ന് സാരം. അവസാനം ഒരു ലോഡ്ജിൽ നിന്ന് റീസെന്റ് ആയി ഷിജു, പാറയിൽ വീട്, നീണ്ടകര എന്ന പേരിൽ റൂം എടുത്തിരിക്കുന്നത് മനോജ് കാണുന്നു. 2010 നവംബറിലാണ് അത്. ഇത് ഈ അടുത്തിടയ്ക്ക് റൂം എടുത്തതല്ലേ എന്ന് അവിടെ ഇരിക്കുന്ന പയ്യനോട് മനോജ് ചോദിക്കുന്നു. അയാളെ പരിചയമില്ലേ എന്ന് അവനോട് ചോദിക്കുന്നു. പക്ഷെ അവന് ആളെ അത്ര ഓർമ്മ കിട്ടുന്നില്ല. അയാൾക്ക് ഒരു കോങ്കണ്ണുണ്ടായിരുന്നു എന്ന് മനോജ് പറയുന്നു. അപ്പോൾ അവന് പെട്ടെന്ന് ആളെ ഓർമ്മ കിട്ടി. പക്ഷേ ഇത് നിങ്ങൾ പറയുന്ന ആള് തന്നെയാണോ എന്ന് അറിയില്ലെന്ന് അവൻ പറയുന്നു. അയാൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്ന് റൂം എടുക്കാറുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ട് 1 കൊല്ലമേ ആയിട്ടുള്ളൂ. പക്ഷെ അതിനിടയ്ക്ക് തന്നെ അയാൾ പല പ്രാവശ്യങ്ങളായി ഇവിടെ റൂം എടുത്തിട്ടുണ്ട്. ഈ സമയം അന്വേഷിച്ച് സുനിലും വിനുവും നമ്മളുടെ ആ ഹോട്ടൽ ഓണറിന്റെ അടുത്തെത്തുന്നു. അവർ ഒരു കുപ്പി വെള്ളം വാങ്ങാനായി ആ ഹോട്ടലിൽ കയറുന്നു. പോലീസുകാരെ കണ്ടതും ആ ഇക്ക തന്റെ കംപ്ലൈന്റ് ഇവരോട് പറഞ്ഞാലോ എന്ന് ആലോചിക്കുന്നു. അയാൾ അവരോട് കാര്യം പറയുന്നു. തന്നെ ഒരാൾ
ഫോൺ വിളിച്ച് വധഭീഷണി മുഴക്കുന്നുണ്ടെന്നും അയാളുടെ ഫോൺ നമ്പറും അഡ്രസ്സും ഈ പേപ്പറിലുണ്ടെന്നും പറഞ്ഞ് ഒരു പേപ്പർ സുനിലിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. സുനിൽ അത് വായിച്ചു നോക്കുന്നതിന് മുമ്പേ തന്നെ അയാളോട് പറയുന്നു, ഇത് ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയല്ലേ, ഞങ്ങൾ നോർത്തിൽ നിന്നാണെന്നും ഇവിടെ ഇടപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പരാതി പറയാനും പറയുന്നു. ആ കടലാസ് അവനൊന്ന് നോക്കിയിരുന്നെങ്കിൽ അത് ഷിജുവാണെന്ന് സുനിലിന് മനസ്സിലായേനെ. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, അവൻ അത് ശ്രദ്ധിക്കുന്നില്ല. ആ ഹോട്ടൽ ഓണർ അതുപോലെ ചെയ്യാമെന്ന് പറയുന്നു. ഈ സമയം മനോജും പ്രദീപ് പോലീസും ആ നേരത്തെ കണ്ട ലോഡ്ജിൽ തന്നെയാണ്. അവിടുത്തെ നേരത്തെ രജിസ്റ്റർ എല്ലാം പരിശോധിച്ചപ്പോൾ 2008 ഷിജു ഇതേ പേരിൽ ഇതേ അഡ്രസ്സിൽ അവിടെ റൂം എടുത്തിട്ടുണ്ട്. പക്ഷേ ആ അഡ്രസ്സിന്റെ കൂടെ ഒരു ഫോൺ നമ്പറുമുണ്ട്. മിക്കവാറും അത് ഫേക്ക് ആയിരിക്കാമെന്ന് അവർ പറയുന്നു. അവൻ തന്നെ കൊടുത്ത ഒരു നമ്പർ ആദ്യമായാണ് കിട്ടുന്നത്. അത് കുറെ കാലം മുമ്പുള്ളതായതുകൊണ്ടായിരിക്കാം നമ്പറൊക്കെ കൊടുത്തിരിക്കുന്നത്. എന്തായാലും അതിന്റെ കോൾ ഡീറ്റെയിൽസ് എടുത്തു നോക്കാൻ അവർ തീരുമാനിക്കുന്നു. മനോജിന്റെ ഫാദർ ഇൻ ലോ മനോജിനെ കാണാൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും കൂടെ ഇന്ത്യൻ കോഫി ഹൗസിൽ പോവുകയാണ്. ഇന്ത്യൻ കോഫി ഹൗസിലേക്കാണ് തങ്ങൾ പോകുന്നതെന്ന് കേട്ടപ്പോൾ വിനുവിന് വളരെ സന്തോഷമായി. കാരണം അവിടെ നല്ല കോഫി കിട്ടും, കൂടാതെ ബീഫ് കട്ട്ലേറ്റും. അത് കഴിക്കാമല്ലോ എന്ന് സുനിലിനോട് അവൻ പറയുന്നു. അവൻ കൊതിപിടിച്ചിരിക്കുകയാണ്. പക്ഷേ താൻ ഒറ്റയ്ക്ക് ഹോട്ടലിനകത്തേക്ക് പോകാമെന്നും നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്താൽ മതിയെന്നും മനോജ് അവരോട് പറയുന്നു. അതോടെ അവരുടെ ആ പ്രതീക്ഷ അവിടെ അസ്തമിക്കുന്നു. മനോജ് അടുത്ത സീനിൽ അച്ഛനെ കാണാൻ എത്തുന്നു. അച്ഛൻ അവനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ അച്ഛന് ചെറിയൊരു കോങ്കണ്ണുണ്ട്. അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് കുറച്ച് ഫർണിച്ചർ എടുത്തു കൊടുക്കാനാണ് അച്ഛൻ വന്നത്. ക്വാർട്ടേഴ്സിലേക്ക് എന്തെങ്കിലും ഫർണിച്ചർ ആവശ്യമുണ്ടെങ്കിൽ ഒരു കടയുണ്ടെന്നും അവിടെ നിന്ന് നമുക്ക് വാങ്ങാമെന്നും അച്ഛൻ പറയുന്നു. ക്വാർട്ടേഴ്സിൽ എല്ലാ സാധനങ്ങളും ഉണ്ടെന്ന് മനോജ് പറയുന്നു. അച്ഛനെ കണ്ട ശേഷം മനോജ് തിരിച്ചു പോകാൻ ഒരുങ്ങുന്നു. അപ്പോഴാണ് അവൻ അച്ഛനോട് ആ കണ്ണിന്റെ കാര്യം ചോദിക്കുന്നത്. അച്ഛന് കണ്ണിങ്ങനെ ആയതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നു. കാഴ്ചയ്ക്കോ മറ്റോ വല്ല പ്രശ്നം? പക്ഷെ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ലെന്ന് അച്ഛൻ പറയുന്നു. വേറെ എന്തെങ്കിലും പ്രോബ്ലങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് മനോജ് അച്ഛനോട് ചോദിക്കുന്നു. ഒരു കേസിന്റെ ആവശ്യത്തിനാണെന്നും അവൻ പറയുന്നു. തനിക്കിതൊരു പ്രശ്നമായിട്ടേ ഇല്ലെന്ന് ആ അച്ഛൻ പറയുന്നു. പക്ഷേ കുട്ടിക്കാലത്തൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ പിള്ളേരൊക്കെ കളിയാക്കും. എന്നാൽ കൂട്ടുകാരും വീട്ടുകാരും കൂടെ തന്നെ നിന്നതുകൊണ്ട് അതൊന്നും വലിയ പ്രശ്നമായിരുന്നില്ല. പക്ഷേ ചിലർക്ക് അങ്ങനെയല്ല. അവർക്ക് ഇതൊക്കെ വലിയ ഇൻസൾട്ട് ആയിട്ട് തോന്നും. ആ ഇൻസൾട്ട് അവരുടെ മനസ്സിനെ ബാധിക്കും. അതവർ സമൂഹത്തിനോടും എല്ലാവരോടും പ്രകടിപ്പിക്കും. പക്ഷേ തനിക്കിതൊരു അനുഗ്രഹമാണെന്ന് അച്ഛൻ പറയുന്നു. അതെന്താ എന്ന് മനോജ് ചോദിക്കുന്നു. കാരണം ഇതെനിക്കൊരു ഐഡന്റിറ്റി അല്ലേ, എന്നെ കണ്ട ഒരാൾ പിന്നീട് എന്നെ മറക്കുമോ എന്ന് ആ അച്ഛൻ ചോദിക്കുന്നു. ശരിയാണ് അച്ഛൻ പറഞ്ഞത്, ഇങ്ങനെ ഒരാളെ കണ്ടാൽ ഒരിക്കലും മറക്കില്ല. അതുപോലെ ഇതവരുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റിയാണ്. ഈ സമയം ശരത്ത് പറഞ്ഞത് മനോജ് ഓർക്കുന്നു. അഡ്രസ് എഴുതിയപ്പോൾ തന്നെ താൻ അവന്റെ കോങ്കണ് ശ്രദ്ധിച്ചിരുന്നെന്നും അതൊരിക്കലും താൻ മറക്കില്ല എന്നും ശരത്ത് പറഞ്ഞത് അതൊരു വാലിഡ് പോയിന്റ് തന്നെയാണ്. നേരത്തെ രജിസ്റ്ററിൽ നിന്ന് കിട്ടിയ ഷിജുവിന്റെ നമ്പറിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ മനോജ് എത്തുന്നു. കോൾ ഡീറ്റെയിൽസ് എടുത്ത് ആ ഉദ്യോഗസ്ഥൻ വരുന്നു. അതിൽ അധികം ഔട്ട് ഗോയിങ് കോൾസും ഇൻകമിംഗ് കോൾസും ഒന്നും വന്നിട്ടില്ല. കൂടുതൽ നമ്പേഴ്സും ഇപ്പൊ ആക്റ്റീവ് അല്ലെന്നും അയാൾ പറയുന്നു. എന്നാൽ 2 നമ്പറിൽ നിന്ന് ഇതിൽ സ്ഥിരം കോൾസ് വന്നിട്ടുണ്ട്. ആ 2 നമ്പറും ഇപ്പോഴും ആക്റ്റീവ് ആണ്. അതിലൊരു നമ്പർ ഒരു ഡാൻസ് ടീച്ചറിന്റേതാണ്. അവിടേക്ക് മനോജും പ്രദീപ് പോലീസും എത്തുന്നു. അവരോട് ആ നമ്പറിനെ കുറിച്ച് ചോദിക്കുന്നു. താൻ 2008 ഫോർട്ട് കൊച്ചിയിൽ ഒരു ഡാൻസ് സ്കൂളിലാണ് വർക്ക് ചെയ്തിരുന്നതെന്നും അതിന്റെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ചായക്കടയിലായിരുന്നു ഷിജു ജോലി ചെയ്തിരുന്നതെന്നും വൈകുന്നേരത്തെ സ്നാക്കിന് വേണ്ടിയാണ് തങ്ങൾ ആ ഹോട്ടലിലേക്ക് വിളിച്ചിരുന്നതെന്നും പക്ഷെ ഹോട്ടലിൽ എപ്പോൾ വിളിച്ചാലും അവർ എടുക്കാറുണ്ടായിരുന്നില്ല എന്നും അതുകൊണ്ടാണ് ഷിജുവിന്റെ നമ്പറിലേക്ക് ഇവർ വിളിച്ചിരുന്നതെന്നും പറയുന്നു. ഷിജുവാണ് ഇവർക്ക് ചായയും സ്നാക്കും കൊണ്ടുവന്നിരുന്നതെന്നും ടീച്ചർ പറയുന്നു. ഈ ടീച്ചർ 2008 ഒരു 6 മാസം മാത്രമാണ് അവിടെ ജോലി ചെയ്തിരുന്നത്. അയാളുടെ സ്വഭാവം എങ്ങനെയായിരുന്നുവെന്ന് മനോജ് ടീച്ചറോട് ചോദിക്കുന്നു. ഷിജു ഒരു പാവത്താനായിരുന്നുവെന്നാണ് ടീച്ചർ പറയുന്നത്. ഈ സമയം 2ാമത്തെ നമ്പർ തപ്പി സുനിലും വിനുവും ഒരു വീട്ടിലെത്തി. അവിടുത്തെ ആളോട് കാര്യം തിരക്കുന്നു. 2008 താൻ മാർക്കറ്റിംഗിലായിരുന്നു ജോലി ചെയ്തിരുന്നതെന്നും അതിന്റെ ആവശ്യത്തിന് ഒരുപാട് പേര് കോൾ ചെയ്തിരുന്നെന്നും അയാൾ പറയുന്നു. അതുകൊണ്ട് തന്നെ കോൾ ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോൾ ഓർമ്മയില്ല. 1ഉം 2ഉമല്ല, ഒരുപാട് കോളുകൾ ചേട്ടന്റെ ഫോണിൽ നിന്ന് പോയിട്ടുണ്ടല്ലോ എന്ന് സുനിൽ ചോദിക്കുന്നു. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും തനിക്ക് കൃത്യമായി ഓർമ്മയില്ല എന്നും അയാൾ പറയുന്നു. ഇതേ സമയം ടീച്ചറുടെ അടുത്ത് ഷിജു എങ്ങനെയായിരുന്നു നിങ്ങളോട് പെരുമാറിയിരുന്നതെന്ന് അവർ ചോദിക്കുന്നു. തങ്ങളോടെല്ലാം നല്ല പെരുമാറ്റമായിരുന്നെന്നും ആരോടും അയാൾ അങ്ങനെയൊന്നും മിണ്ടാറില്ല എന്നും വരും ചായ തരും അയാൾ തിരിച്ചു പോകുമായിരുന്നു എന്നും ടീച്ചർ പറയുന്നു. എന്നാൽ അവിടുത്തെ മറ്റു ടീച്ചർമാരോടും സ്റ്റുഡൻസിനോടും എങ്ങനെയായിരുന്നു ഷിജുവിന്റെ പെരുമാറ്റമെന്ന് അവർ ചോദിക്കുന്നു. അതൊരു ചെറിയ ഡാൻസ് സ്കൂൾ ആയിരുന്നുവെന്നും അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ താൻ അറിയുമായിരുന്നുവെന്നും ടീച്ചർ പറയുന്നു. ഷിജു ജോലി ചെയ്തിരുന്ന ആ ഹോട്ടലിന്റെ പേരെന്താണെന്ന് അവർ ചോദിക്കുന്നു. ഫോർട്ട് കൊച്ചിയിലെ ഒരു ഹോട്ടൽ അമീറ എന്ന് ടീച്ചർ പറയുന്നു. അതുപോലെ ഷിജുവിന് കോങ്കണ്ണുണ്ടായിരുന്ന കാര്യവും ടീച്ചർ ഓർത്തെടുക്കുന്നുണ്ട്. അടുത്ത സീനിൽ ഇവരെല്ലാവരും ഹോട്ടൽ അമീറയുടെ മുമ്പിൽ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അവർ ആ ഹോട്ടലിനകത്തേക്ക് ചെല്ലുന്നു. അവിടെ കുറച്ച് സ്റ്റാഫുകളും ഹോട്ടലിന്റെ ഓണറുമുണ്ട്.
അവിടെയുള്ളവരെല്ലാം മാറ്റി നിർത്തി അവർ ചോദ്യം ചെയ്യുന്നു. ഷിജു ഇവിടെ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് അവർ ചോദിക്കുന്നു. ഷിജു ഇപ്പോഴല്ല, 2008 ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നതെന്ന് ഹോട്ടൽ ഓണർ പറയുന്നു. അവന് നമ്പർ കയ്യിലുണ്ടോ എന്ന് മനോജ് ചോദിക്കുന്നു. നമ്പർ ഇപ്പോൾ തരാമെന്ന് പറഞ്ഞ് അയാൾ ഒരു നമ്പർ കൊടുക്കുന്നു. പക്ഷെ ഇത് നേരത്തെ ആ നമ്പർ തന്നെയാണ്. ഷിജുവിനെ എങ്ങനെയാണ് ഇവിടെ ജോലിക്ക് എടുത്തതെന്ന് മനോജ് ചോദിക്കുന്നു. അത് സ്റ്റാഫിനെയൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു അഷ്റഫ് എന്ന് പറയുന്ന ആളുണ്ടെന്നും അയാളാണ് ഷിജുവിനെ ഇവിടെ ജോലിക്ക് കൊണ്ടുവന്നതെന്നും അയാൾ പറയുന്നു. അയാളുടെ കയ്യിൽ നിന്ന് അഷ്റഫിന്റെ നമ്പർ വാങ്ങി അഷ്റഫിനെ തേടി പോലീസ് എത്തുന്നു. അഷ്റഫിനോട് അവർ ഷിജുവിനെ കുറിച്ച് തിരക്കുന്നു. അയാൾക്ക് ഷിജുവിനെ നല്ലപോലെ അറിയാം. ഈ അമീറ ഹോട്ടലിൽ അവനെ ആക്കുന്നതിന് മുമ്പ് അവനെ താൻ 2 സ്ഥലങ്ങളിൽ കൂടി ആക്കിയിരുന്നു എന്ന് അഷ്റഫ് പറയുന്നു. ഒന്ന് ആ ഇക്കായുടെ കടയിലും, രണ്ടൊരു സോപാനം എന്ന് പറയുന്ന ഹോട്ടലിലും. അവനെ എവിടെ അന്വേഷിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് മനോജ് അവനോട് ചോദിക്കുന്നു. അത് തനിക്ക് അറിയില്ല എന്ന് അയാൾ പറയും. ഷിജുവിന്റെ വീട് എവിടെയാണെന്ന് അറിയാമോ എന്ന് മനോജ് ചോദിക്കുന്നു. ഇല്ല, അതൊന്നും തനിക്ക് അറിയില്ല എന്ന് അയാൾ പറയുന്നു. എന്തായാലും ആ പറഞ്ഞ 2 ഹോട്ടലുകളിൽ വിളിച്ച് ഷിജുവിനെ കുറിച്ച് അന്വേഷിക്കാൻ മനോജ് പറയുന്നു. ഈ സമയം അഷ്റഫ് ഷിജുവിന്റെ ഡീറ്റെയിൽസ് കിട്ടാനാണെങ്കിൽ ഏലൂർ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചാൽ മതിയെന്ന് പറയുന്നു. കാരണം ഇവരൊരു അമ്പലത്തിൽ ഉത്സവത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടുകാരുമായി ഒരു പ്രശ്നമുണ്ടായി. പോലീസ് അവരെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. കൂടെ ഉണ്ടായിരുന്ന 3 പേരുടെയും അഡ്രസ്സും വിവരങ്ങളും പോലീസ് അവിടെ എടുത്തിട്ടുണ്ട്. അന്ന് ഷിജു അവിടെ അഡ്രസ്സും വിവരങ്ങളും കൊടുക്കുന്നത് താൻ കണ്ടിരുന്നുവെന്ന് അഷ്റഫ് പറയുന്നു. എന്തായാലും ഒരു ലീഡ് കിട്ടിയതിൽ മനോജിനും കൂട്ടർക്കും വളരെ സന്തോഷമായി. അവർ അപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. അവർ ഏലൂർ ആ പോലീസ് സ്റ്റേഷനിൽ എത്തി. സിയും അവിടെ അവരുടെ കൂടെ എത്തി. അവിടുത്തെ എസ് ഐ ഒരു സഹൃദയനാണ്. അയാൾ അവരെ കാര്യമായി സ്വീകരിച്ചിരുത്തി. ഇപ്പോൾ തന്നെ കേസിന്റെ ഡീറ്റെയിൽസ് നോക്കിത്തരാമെന്ന് അയാൾ പറയുന്നു. കുറെ സമയം എടുക്കുമെന്ന് സി ഐ അയാളോട് ചോദിക്കുന്നു. ഇല്ല, ഒരു 5 മിനിറ്റ് മതിയെന്ന് എസ് ഐ പറയുന്നു. താൻ സാറിന്റെ കേസൊക്കെ ഫോളോ ചെയ്യാറുണ്ടെന്ന് സി ഐയോട് അയാൾ പറയുന്നു. അയാൾക്ക് സി ഐ വളരെ മതിപ്പാണ്. കുറച്ചുനാൾ മുമ്പത്തെ കേസായതുകൊണ്ട് അവർ അതെല്ലാം തപ്പിയെടുക്കാൻ തുടങ്ങി. സി ഐയും മനോജും ഒരു റൂമിലേക്ക് പോകുന്നു. അവിടെ അവർ വിശേഷങ്ങളെല്ലാം പങ്കുവച്ചിരിക്കുന്നു. മനോജിന്റെ കല്യാണം കഴിഞ്ഞ് വൈഫിന്റെ കൂടെ ചെലവഴിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഈ കേസ് കഴിഞ്ഞിട്ട് വേണം തനിക്ക് അവളുടെ കൂടെ സമയം ചെലവഴിക്കാൻ എന്ന് അവൻ പറയുന്നു. അതെങ്ങനെ നടക്കാനാണെന്ന് സി ഐ ചോദിക്കുന്നു. ഈ കേസ് കഴിഞ്ഞാൽ അടുത്ത കേസ് വരും. കേസ് കഴിയാനൊന്നും നോക്കി നിന്നിട്ട് കാര്യമില്ല എന്ന് സി ഐ പറയുന്നു. സി ഐ ഡിവോഴ്സ്ഡ് ആണ്. പുള്ളിക്കാരന് അതിൽ റിഗ്രറ്റ് ഉണ്ട്. പക്ഷേ മോളുമായി നല്ല ബന്ധത്തിലാണ്. തന്റെ ഫോട്ടോ പത്രത്തിൽ വരുമ്പോഴൊക്കെ മോള് വിളിക്കാറുണ്ടെന്നും അവൾ ഡിഗ്രിക്കാണ് പഠിക്കുന്നതെന്നും ചിലപ്പോഴൊക്കെ തങ്ങൾ ഔട്ടിങ്ങിന് പോകാറുണ്ടെന്നും കോളുകളും മറ്റും ചെയ്യാറുണ്ടെന്നും അയാൾ പറയുന്നു. എന്തായാലും ഭാര്യയും ഭർത്താവിന്റെ ഇടയ്ക്ക് പുറത്തുള്ള ആൾക്കാരെ ആരും കേറ്റരുതെന്ന് സി ഐ പറയുന്നു. അങ്ങനെ ആയാൽ തന്നെ നമ്മുടെ ജീവിതം കട്ടപ്പുകയാകുമെന്നും അയാൾ പറയുന്നു. അതാണ് തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് അയാൾ പറയുന്നു. ഈ സമയം നമ്മുടെ എസ് ഐക്ക് ആ കേസിന്റെ ഡീറ്റെയിൽസ് കിട്ടി. അയാൾ വളരെ സന്തോഷപൂർവ്വം അതുമായി ഇവരുടെ മുമ്പിലേക്ക് വന്നു. എന്നിട്ട് ആ അഡ്രസ് വായിക്കാൻ തുടങ്ങി. അതിൽ 3 പേരായിരുന്നു പ്രതികളായിട്ടുണ്ടായിരുന്നത്. നമുക്ക് വേണ്ടത് ഷിജുവിന്റെ അഡ്രസ് അല്ലേ എന്ന് അയാൾ ചോദിക്കുന്നു. അഡ്രസ് നോട്ട് ചെയ്തെടുക്കാൻ മനോജിനോട് സി ഐ പറയുന്നു. ആ എസ് ഐ ആ അഡ്രസ് വായിക്കുന്നു. ഷിജു, പാറയിൽ വീട്, നീണ്ടകര. വീണ്ടും ഷിജു എല്ലാവരെയും പറ്റിച്ചിരിക്കുകയാണ്. അയാൾ ഇവിടെയും കൊടുത്തിരിക്കുന്നത് സെയിം ഫേക്ക് അഡ്രസ് ആണ്. ഇത് കേട്ടതും സി ഐക്ക് കലി ഇളകി. അയാൾ ആ എസ് ഐയെ നല്ലപോലെ ചീത്ത വിളിച്ചു. എവിടെ നോക്കിയാണ് അഡ്രസ് എഴുതിയെടുക്കുന്നതെന്നും ഇത് ഫേക്ക് ആണോ എന്ന് ഒന്ന് വെരിഫൈ ചെയ്തിട്ടില്ലേ എന്നും അയാൾ ചോദിക്കുന്നു. നിങ്ങൾക്കൊന്നും ഒരു ഉത്തരവാദിത്തമില്ല എന്നും പറഞ്ഞ് ആ എസ് ഐയെ നല്ലപോലെ ചീത്ത വിളിച്ച് അവിടുന്ന് കലുതുള്ളി ഇറങ്ങി പോകുന്നു. ഇതൊക്കെ കേട്ട് ആ എസ് ഐക്ക് വളരെ വിഷമമായി. വളരെ സന്തോഷപൂർവ്വം ഇവരെ കണ്ടപ്പോ അവർക്ക് വേണ്ടി കൂടെ നിന്ന ആളാണ്. എന്തായാലും മനോജിന് അയാളോടൊരു സിമ്പതി തോന്നുന്നു. മനോജിനോട് ആ എസ് ഐ താനല്ല ആ സമയത്ത് ഇൻചാർജ് എന്നും ഇത് നടക്കുമ്പോൾ താൻ ഇവിടെ ചാർജ് എടുത്തിട്ടില്ല എന്നും അത് സി ഐയോട് പറയണമെന്നും പറയുന്നു. മനോജ് അയാളെ ആശ്വസിപ്പിച്ച് അവിടുന്ന് പോകുന്നു. അവർ ആകെ നിരാശരായി. സി ഐ മനോജിനോട് പറയുന്നു, പെട്ടെന്ന് തീരുമെന്ന് വിചാരിച്ച കേസാണ്. പ്രതി ഒരു സാധാരണക്കാരൻ, ഹോട്ടലിലൊക്കെ പണിയെടുക്കുന്നയാൾ. അവനെ കണ്ടവരെ കൊണ്ട് രേഖാചിത്രം വരപ്പിക്കാൻ നോക്കി. അത് ശരിയായില്ല. അവൻ ജോലി ചെയ്ത ഹോട്ടലുകളെല്ലാം അന്വേഷിച്ചു. പക്ഷെ ഇതുവരെ അവനെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവൻ ഒരു വ്യാജ അഡ്രസ്സുമായി തങ്ങളുടെ ഇടയിൽ കുറെ കാലങ്ങളായി ജീവിക്കുകയാണ്. അത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. പോലീസുകാരെ തന്നെ പറ്റിച്ച് അവൻ ആ ഫേക്ക് അഡ്രസ് കൊടുത്തു പോയിരിക്കുന്നു. ഈ കേസ് നമ്മൾ വിചാരിച്ച പോലെ തീരില്ല എന്ന് സി ഐ പറയുന്നു. ഇതോടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ.